ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഓണം സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു മുണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. കുഞ്ഞു കുട്ടികൾക്കുള്ള മുണ്ടില്ലേ, അത് നമ്മൾ റെഡി ടു വെയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ ഞാനൊരു നേരിയതാണ് എടുത്തിട്ടുള്ളത്. 130 രൂപയ്ക്ക് നേരിയത് മാത്രമായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ തൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 5 ഇഞ്ച് വെച്ച് ഞാൻ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. കാരണം ഒന്ന് നേരെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ആ തുമ്പ് അത്ര കറക്റ്റായിട്ടല്ലല്ലോ ഇരിക്കുന്നത്. അപ്പം അതൊന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ആ ഗോൾഡ് കരയുടെ അടുത്ത് നിന്ന് ഒരു 5 ഇഞ്ചിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. കുഞ്ഞു കുട്ടികളുടെയൊക്കെ വേസ്റ്റിൻ്റെ അളവ് വരുന്ന ഒരു 6 മാസം വരെയൊക്കെ വരുന്നത് 19 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 20 ഇഞ്ചായിട്ട് കണക്കാക്കാം. മുണ്ടായതുകൊണ്ട് തന്നെ കറക്റ്റ് അളവ് വേണ്ട. അപ്പം 20 ഇഞ്ചിൽ നമ്മൾ മുണ്ട് വരുമ്പോൾ അകത്തോട്ട് കുറച്ച് തുണി വരുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം രണ്ടായിട്ടൊന്ന് ടേപ്പ് മടക്കിയിട്ട് 3ആയിട്ട് ഇങ്ങനെ മടക്കി കാണിക്കുകയാണ് കേട്ടോ, കുറച്ച് അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് 30 ഇഞ്ച് കിട്ടും. 30 ഇഞ്ച് ഞാൻ എടുക്കുന്നില്ല, ഒരു 28 ഇഞ്ച് അത്രയും അകത്തോട്ട് പോകുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങളിപ്പം ഇതിലും വലിയ കുട്ടിയുടെയൊക്കെ അളവെടുക്കുന്നുണ്ടെങ്കിൽ വേസ്റ്റിൻ്റെ അളവ് മൊത്തത്തിൽ എടുത്തിട്ട് ആ ടേപ്പ് രണ്ടായിട്ട് മടക്കി കൊടുക്കണം. അപ്പം മടക്കിയിട്ട് വീണ്ടും ഒരു പോർഷൻ ഇങ്ങനെ അകത്തോട്ട് വരുന്ന രീതിയിൽ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 2 ഇഞ്ചൊക്കെ കുറച്ച്, ഞാൻ ആദ്യം കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പം ആ രീതിയിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ലെങ്ത് ആണ് വേണ്ടത്. ഞാനിവിടെ 15.5 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എനിക്ക് ലെങ്ത് 14 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ച് മുകളിലോട്ട് അധികം ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്കിതൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ 2 പീസായിട്ടല്ലേ, ഞാൻ നേരിയത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി, നമ്മൾ ഡബിൾ മുണ്ടില്ലേ അങ്ങനെ വരുന്ന രീതിയിൽ നേരിയത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഈ താഴത്തെ കര വരുന്ന പോർഷൻ മടക്കി അടിക്കേണ്ട, ബാക്കി എല്ലാ പോർഷനും മടക്കി അടിക്കണം. അപ്പം ഫസ്റ്റിലത്തെ ആ ഒരു പീസ് ഞാൻ മാറ്റിയിട്ട് ഈ അകത്തോട്ട് വെച്ചാട്ടോ, ഇങ്ങനെ അടിയിലത്തെ പീസ് അകത്തോട്ട് തയ്യൽ തുമ്പ് വരുന്ന രീതിയിലാണ് ഒരു 1/2 ഇഞ്ചിൽ ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ. എല്ലാം ഇങ്ങനെ 1/2 ഇഞ്ചിലൊന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലത്തെ പീസും അകത്തോട്ട് തയ്യൽ തുമ്പ് വരുന്ന രീതിയിലൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അളന്നപ്പോൾ നമുക്ക് താണ്ടെ 15.5 ഇഞ്ചല്ലേ, 15 ഇഞ്ച് വന്ന് നമുക്ക് 14 മതിയായിരുന്നല്ലോ. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ചും പിന്നെ ഒരു 1 ഇഞ്ചും കൂടെ മടക്കണമായിരുന്നു, ഞാനത് വിട്ടുപോയതാട്ടോ. അപ്പോൾ എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ ഇപ്പോൾ താണ്ടെ ഒന്നുകൂടെ മടക്കി കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് വെൽക്രോ ഒട്ടിക്കണമല്ലോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വെൽക്രോ ഒട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുറച്ച് ഒരു ബെൽറ്റ് കണക്ക് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 1.5 ഇഞ്ചിൽ മടക്കി കൊടുക്കുന്നത്. ബാക്കി 2 വശത്തും 1/2 ഇഞ്ച് മാത്രമേ മടക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ താണ്ടെ ആ ഒരു തയ്യൽ അകത്തോട്ടല്ലേ വന്നേക്കുന്നത്, ആ രീതിയിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ ഒരു 3 സൈഡും 2 തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ 3 സൈഡും ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്താൽ നമ്മുടെ മുണ്ടിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് തൻ്റെ വെൽക്രോ ഒട്ടിച്ച് കൊടുക്കാം. ഇതിനകത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് പശയുണ്ട്, അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കും എന്തായാലും. കാരണം നമ്മൾ കഴുകുമ്പോഴൊക്കെ പശ വിട്ടുപോയാലോ അറിയത്തില്ലല്ലോ. ഇതിനകത്ത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടും വരും, ഒരു ഹാർഡായിട്ടുള്ള പാർട്ടും വരും. അതിനകത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കും. നമുക്ക് ബാഗൊക്കെ വാങ്ങിക്കുമ്പം അറിയാൻ പറ്റുമല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കടയിലൊക്കെ കിട്ടും കേട്ടോ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ആദ്യം ഞാനിവിടെ അളവെടുത്തപ്പം നമുക്ക് ആ ഒരു വേസ്റ്റിൻ്റെ അളവ് 10 ആയിരുന്നല്ലോ വരുന്നത്. ഞാൻ ഒരു 12 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും ഞാനൊരു 12 ഇഞ്ച് വെച്ച് എടുക്കുന്നുണ്ട്. കുറച്ച് അധികം ഇരുന്നോട്ടേന്ന് വെച്ചിട്ടാണ് എടുത്തത്. പക്ഷേ അതെനിക്ക് അബദ്ധമായി പോയി എന്ന് പിന്നെയാണ് മനസ്സിലായത്. കാരണം നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് കഴിഞ്ഞിട്ട് അത് അകത്ത് ഇങ്ങനെ കിടക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാർഡായിട്ടുള്ള പോർഷൻ കുഞ്ഞുങ്ങളുടെയൊക്കെ ദേഹത്തൊക്കെ തട്ടാനും അവർക്ക് ഇറിറ്റേഷനൊക്കെ ആവും, നോവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനത് കുറച്ച് 2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയാനായിരുന്നു, അത് കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വെച്ചാണ്ടോ അതുപോലെ നമ്മൾ മുണ്ടെടുക്കുന്ന അകത്തോട്ട് നമ്മൾ അത്രയും തുണി മടക്കി കൊടുത്തിട്ട് പിന്നെ പുറത്തോട്ടാണ് ഈ കരയുള്ള പോർഷൻ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പാർട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇതിനകത്ത് സ്റ്റിക്കർ ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഞാനത് ഇളക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അങ്ങനെ ഒട്ടിക്കേണ്ട, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അവിടെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇത് എങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഞാനാണെങ്കിൽ റെഡി ടു വെയർ മുണ്ട് വേറെ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അതിനകത്ത് ഹാർഡ് പോർഷൻ ഏതാ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ ഏതാണെന്ന് കാണുമ്പോൾ മനസ്സിലാവത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇവിടെയല്ലേ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡിലല്ല, അപ്പുറത്തെ സൈഡിൽ വേണം നമുക്ക് ഹാർഡായിട്ടുള്ള പോർഷൻ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇവിടെ എന്നുവെച്ചാൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കാണുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ അതും കൂടെ താണ്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുണ്ടിൻ്റെ പരിപാടി ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് മുണ്ട് സ്റ്റിച്ച് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ടേ ഇനി നമ്മൾ മുണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നേരെ അകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം താണ്ടെ അകത്ത് വന്ന് ഒട്ടിക്കുന്നതിൻ്റെ ആ ഭാഗം അകത്ത് വന്ന് ഇനി നമുക്ക് മുണ്ട് താണ്ടെ ഇങ്ങനെ തിരിച്ചിട്ട് ഇതുപോലെ കര ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ നമുക്കിതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഇത് പെട്ടെന്ന് കുറച്ചുകൂടെ വലിയ പിള്ളേർക്കൊക്കെ ആയാലും ഇത് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ മുണ്ടെടുത്തോണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഊരിപ്പോവോ എന്നുള്ള സംശയമൊക്കെ ആവില്ല. ഇതാകുമ്പം അവിടെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും, നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പിടിച്ച് നല്ലതായിട്ട് വലിച്ചാലേ ഇളകി വരത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 ഇഞ്ച് നമുക്ക് താണ്ടെ എക്സ്ട്രാ ആയിരുന്നു അപ്പുറത്തെ സൈഡിലോട്ട് കിടക്കുന്നത്. അത് കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ തട്ടി കൈയൊക്കെ പാട് വീണാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു പോർഷനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മടക്കിയിടുമ്പോൾ നമുക്ക് ആ ഒരു വേസ്റ്റിൻ്റെ അളവ് 10 കിട്ടില്ലേ, 10 എടുത്താൽ മതിയായിരുന്നു വെൽക്രോൻ്റെ അളവ്. പക്ഷേങ്കിൽ ഞാൻ ഒരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം ഇതുപോലെ കറക്റ്റായിട്ട് അളവ് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇങ്ങനെ എക്സ്ട്രാ പണിക്ക് വേണ്ടി നിൽക്കേണ്ടി വരത്തില്ല. ഇത് പിന്നെ ഒട്ടിച്ച് വെച്ചതേ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ 2 വശത്തെയും ഞാൻ ദാണ്ടെ ഇതുപോലെ 2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെ നമ്മുടെ മുണ്ടൊക്കെ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ എന്താ ഓണത്തിന് അങ്ങോട്ട് എടുത്ത് ഉടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ചോറ് കൊടുപ്പിനോ അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും മുണ്ടൊക്കെ എടുത്ത് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമുക്ക് വലുതായിട്ടൊന്നും തയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ പോലും മിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ചെയ്തേക്കുന്ന അളവ് ഒരു 6 മാസം വരെയൊക്കെയുള്ള പിള്ളേർക്ക് ഉള്ളതാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇത് 3 മാസമുള്ളൊരു കുഞ്ഞിന് വേണ്ടി 3 മാസം ആവുന്നതേ ഉള്ളൂ കുഞ്ഞിന്. എന്നാലും ഞാൻ ഇത്രയും അളവിലങ്ങ് ചെയ്തതാണ്. കാരണം ഒറ്റ പ്രാവശ്യത്തേക്ക് കൊടുക്കാനല്ലേ. എനിക്കാണെങ്കിൽ അളവ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഗൂഗിളിൽ ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ വേസ്റ്റ് മെഷർമെൻ്റ് ഒക്കെ നോക്കിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്തതാണ്. ഇത് കറക്റ്റ് ആവാനാണ് സാധ്യത. ചിലപ്പം നീളം കുറച്ച് കൂടും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ 3 മാസമൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 12 ഇഞ്ച് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും കുഞ്ഞുവാവ ഇട്ടിട്ടുള്ള അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ ബൈ.